മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കി ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം. സർക്കാരിന്റെ കള്ളക്കളി പുറത്തു വന്നെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. 156 ദിവസം പിന്നിട്ട് റിലേ നിരാഹാര സമരം കൂടുതൽ ശക്തമാക്കാനാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ടെന്ന് കോടതി പറയുമ്പോഴും വിധി പരിശോധിച്ച് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ്. താമസിക്കുന്നവർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. ഇപ്പോൾ ഗവൺമെന്റ് കണ്ടിരുന്നത് അവിടെ താമസിക്കുന്ന ആളുകൾക്കുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിധി അത് വിശദമായി നോക്കി ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് സഹകരിക്കാൻ തീരുമാനിച്ചതെന്നും സമരം ശക്തമാക്കുമെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതി. ഞങ്ങളുടെ ജീവൻ ഇവിടെ പണയം വെക്കേണ്ടി വന്നാലും രക്തച്ചൊരിച്ചിൽ ഇവിടെ ഉണ്ടാകേണ്ടി വന്നാലും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങളുടെ സ്ഥലം ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോകൂല. സർക്കാരിന്റെ കള്ളക്കളി പുറത്തു വന്നെന്ന പ്രതിപക്ഷ വിമർശനം. എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥതക്ക് സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കെ അത് അവധാനപൂർവം സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. അതിന് അടിയന്തര നടപടി എടുക്കേണ്ടതും അതുകൊണ്ട് തന്നെ സർക്കാരാണ്. പിണറായിയുടെ മുഖത്തേറ്റ പ്രഹരമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. ഇനി എന്തു വേണമെന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളെന്ന് ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ്. ന്യൂസ് ഡെസ്ക് 24.